ഇപ്പൊ സെമിനാരിയിലേക്ക് ഞാൻ ചേർന്നത് ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടൊന്നും അല്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ പഠനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു ബ്രദറൊന്നും അല്ല. ഞാൻ വിചാരിച്ചു ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒരു അച്ഛനാകാൻ ഉള്ള യോഗ്യത ഒന്നും എനിക്കില്ല, യോഗ്യതയല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടായി. അപ്പൊ എന്നോട് ചോദിച്ചു പരിശുദ്ധാത്മ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ പ്രാർത്ഥിക്കാറുണ്ടെന്ന്, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധാത്മാവോട് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. ഒരു മനോഹരമായിട്ടൊരു ഇംഗ്ലീഷ് പ്രെയർ ആണ്. ഓൺ മൈ നീസ് ബിഫോർ ദ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഹെവൻലി വിറ്റ്നസ് ഐ ഓഫർ മൈസെൽഫ് സോൾ ആൻഡ് ബോഡി ടു യു ഇറ്റേണൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പൂർണ്ണമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്ന ഒരു, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് കഴിഞ്ഞിട്ട് എനിക്കൊരു കിട്ടിയൊരു അനുഗ്രഹമാണ്, ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ പേര് ബ്രദർ ബിനോയ് എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ രാജക്കോട്ടിൽ, അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വചനം പറഞ്ഞുകൊണ്ട് തുടങ്ങാവേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ, 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നന്മമരത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാവരോടും വളരെയധികം ഒരു സ്നേഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി തന്നെ ഞാൻ ഈ അവസരം അമരച്ചന് നന്ദി പറയാനായിട്ട് എടുക്കുകയാണ്. കാരണം ഞാൻ ഇങ്ങനെ നന്മമരം എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ച് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നുകൂടി ഞാൻ ആശിഷ് ബ്രദറിന്റെ ഒരു റീലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത് ഒത്തിരി ഹാർട്ട് ടച്ചിങ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇൻസ്പയർ ആകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന മാറ്റങ്ങളും കുറച്ച് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വലിയൊരു പ്രാസംഗികരൊന്നുമല്ല, ഞാനൊരു സാധാരണ നിങ്ങളെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ രാജകോട്ട് രൂപതയിൽ ഒരു മിഷൻ രൂപതയാണ്, ഗുജറാത്തിലുള്ള രാജ്കോട്ട് രൂപതയിൽ അച്ഛനാകാൻ വേണ്ടി വൈദിക പഠനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇതിപ്പോ 8-ാമത്തെ വർഷമാണ്. ഇപ്പൊ ഞാൻ മൈനസ് സെമിനാരിയിൽ കുഞ്ഞു ബ്രദേഴ്സിനെയൊക്കെ നോക്കി, ഫസ്റ്റ് ഇയർ ബ്രദേഴ്സിനെയൊക്കെ നോക്കാനും അവർക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുവാനൊക്കെ ആയിട്ട് പിതാവിനെ ഇവിടെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ വരുന്ന മാർച്ച് മാസമാണ് എൻ്റെ വെസ്റ്റേഷൻ ഉടുപ്പിടിയിൽ. അപ്പൊ നിങ്ങളെല്ലാവരോടും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇപ്പൊ നമ്മൾ ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാവേ. അപ്പൊ പരിശുദ്ധാത്മാവ്, അപ്പൊ ഞാൻ ഈ സെമിനാരിയിൽ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് ഞാൻ തുടങ്ങാവേ. അപ്പൊ സെമിനാരിയിലേക്ക് ഞാൻ ചേർന്നത് ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടൊന്നും അല്ല കേട്ടോ. ഞാൻ ഒന്ന് പഠിച്ചിട്ടൊക്കെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ് ഞാൻ സെമിനാരിലേക്ക് വന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ കുറെ പ്രദേശത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും, ശരിയാണ്. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടായി, എൻ്റെ ബ്രദറും സെമിനാരിയിലായിരുന്നു. അപ്പോൾ ഉജ്ജയിൻ രൂപതയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ബ്രദറാണ്. അപ്പോൾ ഉജ്ജയിൻ രൂപതയിൽ ചെന്ന് പഠിച്ച് 3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിൽ പപ്പായ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഹാർട്ടിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി തിരിച്ചു പോകുന്നു. അവന് ഇച്ചിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വീട്ടുകാർ പറഞ്ഞപ്പോൾ പേരൻസ് പറഞ്ഞു തിരിച്ചു പോര്, ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടായി തിരിച്ചു പോകുന്നത്. അപ്പോൾ ചേട്ടായി വന്നപ്പോഴത്തേക്ക് അവന് നല്ല രീതിയിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നല്ലപോലെ പറയുന്നത് കേട്ട് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യം തോന്നി. അതൊക്കെ അമ്മ പറഞ്ഞു എന്നാ ഇവനെ കൂടെ വിട്ടേക്കാം, അപ്പൊ നന്നായിട്ടും പഠിച്ചിട്ട് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വികാരിയച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛനോട് പറഞ്ഞു ഇവൻ അച്ഛന് താല്പര്യമുണ്ട്, സെമിനാരിയിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ജെയിംസ് കുമ്മണ്ണപറമ്പിൽ നിന്നൊരു ഇടുക്കി രൂപതയിലെ ഒരു അച്ഛനാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു മിഷനിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചേ. അപ്പൊ എനിക്ക് ഈ മിഷൻ എന്താണ്, ഇങ്ങനത്തെ പരിപാടികൾ എന്താണ് എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്ക് പോകണം, പഠിക്കണം, തിരിച്ചു പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഗുജറാത്തിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കേരളത്തിന് പുറത്തൊക്കെ പോകാനെന്നൊക്കെ ആലോചിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ഓക്കെയാണ്, ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അച്ഛൻ വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് കണക്ട് ചെയ്തു ദൈവം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അഖിലേഷ് എന്ന് പറയുന്ന അച്ഛൻ എന്റെ വീട്ടിലോട്ട് വരികയുണ്ടായി. അപ്പൊ അച്ഛനോട് ഞാൻ ഇങ്ങനെയൊക്കെ അച്ഛനോട് താല്പര്യം പറഞ്ഞു, സെമിനാരിൽ ചേരാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗുജറാത്തിലേക്ക് ട്രെയിൻ കയറി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രെയിൻ കയറി ഒരു വേറൊരു അകന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തി ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞു. ഞാനെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ടുള്ള ഒരാളൊന്നും അല്ല കേട്ടോ, അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കൂട്ടുകെട്ടും അങ്ങനെ കാര്യങ്ങളിലൂടെ കഴിഞ്ഞ് നിങ്ങളിങ്ങനെ പോകുന്നതാണ്. ഒരു ചെറിയ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ പഠനങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു ബ്രദറൊന്നും അല്ല, അത്ര കഴിവുകൾ ഒന്നും ഇല്ലായിരുന്നു. സെമിനാരിൽ കയറിയപ്പോൾ ഞാൻ ഒരു വട്ടപൂജ്യമായിട്ട് കയറി വന്നതാണ്.
അപ്പൊ സെമിനാരി ഫസ്റ്റ് ഇയർ ഒക്കെ ഭയങ്കര ടഫായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് ഇയർ ആയി. അപ്പൊ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോയി, വേറൊരു മെയിൻ സെമിനാരിയിലേക്ക് പോയി. അപ്പൊ അവിടെ ഞങ്ങൾ എന്താണ് സെക്കൻഡ് ഇയർ പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒരു അച്ഛനാകാൻ ഉള്ള യോഗ്യത ഒന്നും എനിക്കില്ല, യോഗ്യതയല്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടായേ. അദ്ദേഹത്തിന് ഞാനാണെങ്കിൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് ഞാൻ തിരിച്ചു വരുന്നതിൽ താല്പര്യമുണ്ട്, തിരിച്ചു വരാനാണ് ഇഷ്ടം, തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോരും എന്നൊക്കെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പൊ മമ്മിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഭാഗ്യം തിരിച്ചു പോരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് മമ്മിക്ക് സന്തോഷമായി. എന്നിട്ട് അപ്പൊ ഒരു അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിന്റെ ഒരു ധ്യാനം ഞങ്ങൾ കൂടാനിടയായി. ഇവിടെ ഞങ്ങളുടെ CMA-കാരുടെ ഒരു പ്രെയർ ഹൗസ് ഉണ്ട്, ദ്രോളിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഗുജറാത്ത് രാജ്കോട്ട് രൂപത തന്നെ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ എന്താണ് അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിനെയൊക്കെ പരിചയപ്പെടാനും അവരിലൂടെ ഒരു ധ്യാനം കൂടാനൊക്കെ ഒരു അവസരം കിട്ടി. അപ്പൊ എന്നോടൊരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, ക്ലാര എന്ന് പറയുന്ന സിസ്റ്റർ എന്നോട് ചോദിച്ചു, ബ്രദറിന് അച്ഛനാകാനൊക്കെ അല്ലേ താല്പര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് അച്ഛനാകാൻ താല്പര്യം, എനിക്കൊരു അൽമായനായിട്ട് നിന്ന് വചനം പ്രഘോഷിക്കാനാണ് താല്പര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞേ. അപ്പോ അച്ഛനാകാൻ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ക്ലാസ്സിനോട് ഞാൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ കുറെ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മ തോന്നിച്ചിട്ടാന്ന് തോന്നുന്നു, ആ സിസ്റ്റർ വാതിൽക്കലൊന്നും നിൽക്കുകയാണ്. അപ്പൊ ബ്രദേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും എന്നെ മാത്രം പേഴ്സണലായിട്ട് വിളിച്ചോണ്ട് പോയി. ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോഴും എൻ്റെ മനസ്സിലൊരു എന്താണ്, എനിക്ക് ആത്മായനായിട്ട് സുവിശേഷം പ്രസംഗിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. പക്ഷെ എങ്ങനെയാണെന്നറിയത്തില്ല. അപ്പൊ ആ ഒരു 4 ദിവസത്തെ റിട്രീറ്റ് കഴിയുമ്പോൾ, ധ്യാനം കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഒരു വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം തമ്പുരാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോയിട്ട് കേട്ടോ. ആ ഒരു കൺവിക്ഷൻ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ വൈദികനാകണമെന്നുള്ളൊരു ആ കൺവിക്ഷൻ, ഒരു ബോധ്യം എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ആ ഒരു ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നു. അപ്പൊ ഞാൻ ധ്യാനം കഴിഞ്ഞിട്ട് സെമിനാരി വന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ നാട്ടിലോട്ടില്ല, ഞാൻ അച്ഛനാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് അവർക്ക് സങ്കടമായി. അച്ഛന്മാരെന്തോ പറഞ്ഞു, എന്റെ മനസ്സ് മാറ്റിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അമ്മ പറഞ്ഞേ. അപ്പൊ അമ്മയ്ക്ക് എന്നെ കാണണം, എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും പപ്പായ്ക്കൊക്കെ. അപ്പൊ ഞാൻ രണ്ടാമത്തെ മോനാണ്. അപ്പോൾ എന്റെ സഹോദരങ്ങളൊക്കെ പറയുന്നുണ്ട്, ബ്രദറിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് പാർഷ്യാലിറ്റി കാണിക്കാറുണ്ടെന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല എനിക്ക് അച്ഛനാകണം. എന്തുവെന്ന് പറഞ്ഞാൽ ഇനി അച്ഛനാകാതെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കൺവിക്ഷൻ എനിക്ക് ആ ഒരു ധ്യാനത്തിലൂടെ കിട്ടി. ഇപ്പൊ ഞാൻ പഠിക്കാൻ അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള കടന്നൊരു ബ്രദറാണ്. ഇംഗ്ലീഷ്, ഇവിടെ ലാംഗ്വേജ് ഗുജറാത്തി ലാംഗ്വേജ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഇവിടെ നമുക്ക് മലയാളം എന്ന് പറയുന്ന സംഭവമേ ഇല്ല, മലയാളം പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഗുജറാത്തി ശരിക്കും പഠിക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. അപ്പൊ ഇതിലൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടി ഫൈൻഡ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോഴത്തേക്കും ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ 4 വർഷം ഞങ്ങൾക്ക് മെയിൻ സെമിനാരിയുണ്ട്. അപ്പൊ 4 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയപ്പം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും വായിക്കാനും ശരിക്കും ഇംഗ്ലീഷും ഗുജറാത്തിയൊക്കെ ഏറെക്കുറെയൊക്കെ പഠിക്കാനും ഒരുപാട് പരിശുദ്ധാത്മാവിനെ സഹായിച്ചേ. അപ്പം ഇപ്പൊ ഞാൻ പരിശുദ്ധാത്മാவோട് അത്ര ആഴത്തുള്ള ബന്ധത്തിലൊന്നും അല്ലായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുമെന്ന് വെച്ചാൽ ഞാൻ കൊന്തയുള്ളൂ, അല്ലാതെ വേറെ ആത്മീയമായിട്ടുള്ള പരിപാടികൾ, ആരാധനയ്ക്കൊക്കെ പോകും, അത് സെമിനാരുടെ റൂട്ടീൻ അനുസരിച്ച് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് അങ്ങനെ പരിശുദ്ധാത്മാവോട് സംസാരിക്കുകയോ അങ്ങനൊരു ആഴമായിട്ടൊരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. അപ്പൊ റൂഹാലെ, അപ്പൊ ഞങ്ങൾ ഫിലോസഫി കാലഘട്ടങ്ങളൊക്കെ പഠിക്കുന്ന റൂഹാലെ, പലവട്ടം ഞാൻ പഠിച്ചത് റൂഹാലെ എന്നൊരു സെമിനാരിലാണ്. റൂഹാലെ അത് മധ്യപ്രദേശിലെ MST അച്ഛന്മാര് വഴി നടത്തുന്ന ഒരു സെമിനാരിയാണ്. റൂഹാലെ എന്ന് പറഞ്ഞാൽ റൂഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ആലയ എന്ന് പറഞ്ഞാൽ ഭവനം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദ ബോർഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. അദ്ദേഹം യഥാർത്ഥമായിട്ട് അപ്പൊ ഞാനിവിടെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ആയി. അപ്പോൾ അമലച്ചനും ഇതിലൊരു വലിയൊരു ഭാഗമുണ്ട് കേട്ടോ. ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ കൂടുതൽ അറിയാനായിട്ട് എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത് അമലച്ചനാണ്. ഇപ്പൊ സെക്കൻഡ് ഇയർ ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞിട്ട്, അപ്പൊ അമലച്ചൻ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് അമലച്ചൻ്റെ അടുത്ത് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് അമലച്ചനെ കാണുന്നത്. അപ്പൊ അമലച്ചനോട് പറഞ്ഞു, എന്നോട് ഞാനൊന്നും പരിചയമൊന്നുമില്ല, ഇങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ അങ്ങനെ ഉറപ്പൊന്നുമില്ല. അപ്പൊ അമലച്ചനോട് പറഞ്ഞു, ബ്രദർ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചേ. അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ടോ എനിക്ക് അറിയില്ല, അങ്ങനെ പരിശുദ്ധാത്മാവായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധാത്മാവോട് അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമൽ ബ്രദർ പറഞ്ഞു, അച്ഛനായി അച്ഛൻ പറഞ്ഞു, എടാ നീ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം കേട്ടോ, പരിശുദ്ധാത്മാവോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, നിനക്ക് ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ചൊരിയും കേട്ടോ. അപ്പൊ നീ ഇപ്പം നടക്കുന്ന പോലെ ആയിരിക്കില്ല, നല്ലൊരു ഒത്തിരി വിശുദ്ധിയില് തമ്പുരാനെ കൂടുതൽ സ്നേഹിച്ച് മുൻപോട്ട് പോകാനൊക്കെ നിനക്ക് സാധിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഞാനിത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ആദ്യമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു, ഓക്കെ അങ്ങനെ പറഞ്ഞു.
പരിശുദ്ധാത്മ ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പങ്കുവെച്ചു. അങ്ങനെയാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് ചെറുതായിട്ട് തുടങ്ങിയത്. പക്ഷെ ഞാനത് വലിയ വകവെച്ചില്ല. അതിൽ നിന്ന് കുറച്ചുകൂടെത്തേക്കും പിന്നെ ബ്രദറിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ബ്രദർ എനിക്ക് ഒരുപാട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു ബുക്ക്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കുറെ ബുക്കുകൾ എനിക്ക് പുള്ളി എന്താണ് അയച്ചു തന്നെ, ഒരു കൊറിയർ വഴി എനിക്ക് അയച്ചു തന്നു. അപ്പൊ ആന്റണി തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ പുള്ളി പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ബുക്കുകളെല്ലാം ഒരു 8-10 ബുക്കുകൾ എനിക്ക് അമലച്ചൻ എനിക്ക് അയച്ചു തന്നു കേട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു, നീ എല്ലാ ദിവസവും വായിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനത് പതിയെ പ്രാർത്ഥിക്കാനും വായിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പൊ എനിക്കൊരു കോൺസെൻട്രേഷൻ പ്രയർ ഉണ്ട്. അപ്പൊ രാവിലെ പള്ളി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കോൺസെൻട്രേഷൻ ടു ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും തുടങ്ങണമെന്ന് പറഞ്ഞ് ചേട്ടാ എനിക്ക് അമലച്ചൻ എനിക്കൊരു ഒരു പ്രയർ തന്നു. അതിപ്പോ എപ്പോഴും ഞാൻ ചൊല്ലുന്നുണ്ട് കേട്ടോ. അതൊരു ഒരു മനോഹരമായിട്ടൊരു ഇംഗ്ലീഷ് പ്രയർ ആണ്. ഓൺ മൈ നീസ് ബിഫോർ ദ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഹെവൻലി വിറ്റ്നസ് ഐ ഓഫർ മൈസെൽഫ് സോൾ ആൻഡ് ബോഡി ടു യു ഇറ്റേണൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് അതിലൊരു പൂർണ്ണമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്ന നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഞാനത് പതിയെ ചൊല്ലാനൊക്കെ തുടങ്ങി. പരിശുദ്ധാത്മാവിനോട് ഇപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞ് ചുമ്മാ നടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, ഇപ്പൊ എൻ്റെ കൂടെ നടക്കണമേ, നിന്റെ കൂട്ടുകാരനാകണമേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഒത്തിരി ഇങ്ങനെ ഉള്ളിൽ തന്നെ പറയാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഈ ഫിലോസഫി കാലഘട്ടമാണ് എന്നെ കൂടുതലായിട്ട് തമ്പുരാനിലേക്ക് എസ്പെഷ്യലി പരിശുദ്ധാത്മാവിലേക്ക് അടുപ്പിക്കാനായിട്ട് സഹായിച്ചത്. അപ്പൊ കുറെ അധികം അനുഭവങ്ങൾ എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കാൻ അത്ര മിടുക്കനൊന്നും അല്ലായിരുന്നു. അപ്പം അപ്പൊ ഞങ്ങൾക്ക് ഈ സെക്കൻഡ് ഇയർ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. അത് ഭയങ്കര പാടാണ്. ഫിലോസഫി പഠിക്കുന്നവർക്കറിയാം, ഇച്ചിരി പാടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഒക്കെ വന്നപ്പോഴും ഈ കമ്പൈൻ സ്റ്റഡിക്ക്, അപ്പോൾ ഞാൻ പരിശുദ്ധമോട് കഴിഞ്ഞിട്ട് കിട്ടിയൊരു അനുഗ്രഹമാണ്, ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മെറ്റാഫിസിക്സിന്റെ പരീക്ഷയൊക്കെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കമ്പൈൻ സ്റ്റഡിക്കാണ് പോകുന്നത്. അപ്പൊ ആളുകൾ പറയുന്ന കേട്ടാൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറെ ബ്രദേഴ്സ് MST ബ്രദേഴ്സും മറ്റു രൂപതക്കാരും സത്തനക്കാരും ഒക്കെ ഞങ്ങൾ കുറെ ബ്രദേഴ്സ് ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്താറുള്ളത്. അപ്പൊ ഈ കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുമ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്തി അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയി എഴുതുന്നതും ജയിക്കുന്നതൊക്കെ. അപ്പം ഈ മെറ്റാഫിസിക്സിന്റെ പരീക്ഷ ദിവസം രണ്ടു ദിവസം ഞങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പൊ ഞാൻ അവരോടൊക്കെ പോയി വിളിച്ചേടാ, നമുക്ക് പോയിരുന്ന് പഠിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ അവരോട് വിളിച്ച് നമുക്ക് പോയിരുന്ന് പഠിക്കാം, ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അത് കുറച്ചേറെ നോട്ടുണ്ടായിരുന്നേ. അപ്പൊ അവർ പറഞ്ഞു, എടാ ഇല്ല പറ്റത്തില്ല, നമ്മൾ പേഴ്സണലായിട്ട് ഇരുന്ന് നോക്കിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമയമില്ല, തികയത്തില്ല, നമ്മൾ എന്തോരം പഠിച്ചാലും തീരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം അവരെല്ലാവരും അങ്ങനെ പറഞ്ഞു. ഞാൻ കുറെ പേർ എടുത്ത് പോയപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു, ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. അപ്പം ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല, എന്താ ചെയ്യാ, അപ്പം ഒറ്റയ്ക്കിരുന്ന് പഠിക്കില്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഹോളിൽ പോയിരുന്നു. അപ്പൊ ഓഡിറ്റോറിയത്തിലാണ് പരീക്ഷ. അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഹോളിൽ പോയിരുന്നിട്ട് ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം സെന്റ് ജോൺ 14:27-26 നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എന്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ പരിശുദ്ധാത്മാവിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ, അപ്പൊ ഹി നോസ് എവറിഥിങ് ഓഫ് us. അപ്പൊ നമ്മുടെ ഏത് ചെറിയ മൂവ് ആണെങ്കിലും പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പോ സങ്കീർത്തനങ്ങള് 139 വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും, അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളങ്ങളിൽ ഇറങ്ങി കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. അപ്പം ഈശോ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇങ്ങനെ പഠിക്കണം എന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ലിറ്ററലി ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയത്തില്ല, അപ്പൊ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ കാണാൻ പഠിച്ചില്ല, മറിച്ച് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ ഞാൻ മൊത്തം വായിച്ചു. അപ്പൊ അതിനോട്ട് മൊത്തം 2-3 തവണ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് പരീക്ഷ നോർമലായിട്ട് പോയി, കുഴപ്പമില്ലായിരുന്നു. അപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു പാടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അത്ര പാട് തോന്നിയില്ല, എന്നാലും പാടാന്ന് വെച്ചാൽ ഇച്ചിരി പാടൊക്കെ ആയിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇത് 100-ലായിരുന്നേ. അപ്പൊ 100-ൽ എനിക്ക് 94 മാർക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്രയും മാർക്ക് എനിക്ക് കിട്ടുന്നത്.
ഉം. അതും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് എന്നെ ഇതിലൂടെ കൊണ്ടുപോകാനായിട്ടും ഈ നോട്ട് ബുക്കിലൂടെയൊക്കെ എന്നെ കൊണ്ടുപോയി അതെന്റെ മനസ്സിൽ പതിപ്പിച്ചു തന്നു. അപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്തെല്ലാം എളുപ്പമായിട്ട് എഴുതാനൊക്കെ സാധിച്ചേ. അപ്പോൾ എനിക്ക് 196 മാർക്ക് 94 മാർക്ക് കിട്ടുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതൊരു ചെറിയൊരു ഒരു അനുഭവമായിരുന്നേ. അപ്പൊ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ്. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പ്രസംഗം പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പരിപാടി സെമിനാറിൽ എന്ത് പരിപാടി അവതരിപ്പിക്കും, ഞാൻ പരിശുദ്ധാത്മാവോട് പറയും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ആയിരിക്കണമേ. അപ്പോൾ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു ആളുകളെ ഫേസ് ചെയ്ത് സംസാരിക്കുന്ന ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അപ്പൊ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോണ്ടല്ലോ, അത് വലിയൊരു വ്യത്യാസം നമ്മൾ വരുത്തേ. ഇപ്പൊ ഞാൻ അത്ര നല്ല വിശുദ്ധിയെ ജീവിച്ചൊരു വ്യക്തിയൊന്നുമല്ല. അപ്പൊ എനിക്ക് കുറെ കുറവുകളൊക്കെ ഉണ്ട്. കുറെ കുറവുകളൊക്കെ ഒരു ബ്രദറായിരുന്നേ. അപ്പം പക്ഷെ അതെല്ലാം ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റുവാനും കുറെ വിശുദ്ധിയിലൊക്കെ ജീവിക്കാനായിട്ട് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. പിന്നെ വേറൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്റെ ബാച്ച് 18 പേരായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. ഞങ്ങൾ സെമിനാരിൽ ചേർന്നപ്പോൾ ഞങ്ങൾ 18 പേരായിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും മറ്റൊരു ബ്രദർ മാത്രമേ ഉള്ളൂ. അപ്പം സെമിനാരി തൊട്ട് എൻ്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നേ, എന്നോട് എന്തോ ദേഷ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് അറിയത്തില്ലേ. അപ്പൊ ഞാനൊരു ദിവസം റെഫക്ടറിയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഡോർമെറ്ററിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴത്തേക്കും ഈ ബ്രദർ റെക്ടർ അച്ഛൻ്റെ അടുത്ത് പോയി എന്നെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടെ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മനസ്സിലായി ഇരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്, ഈ ബ്രദർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വെള്ളം കുടിക്കാതെ തിരിച്ചു പോയി ഞാൻ കിടന്നു. അപ്പോൾ എന്റെ മനസ്സിലോട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ ഇവരെ കുറിച്ച് ഈ ബ്രദറിനെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മനസ്സിലായാലും റെക്ടറച്ചനോട് ഞാൻ ഇങ്ങനെ പോയി പേഴ്സണായിട്ട് സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ ബ്രദർ ഇങ്ങനെ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം എന്തോ ഒരു വിഷമം ബ്രദറിന് എന്റെ മനസ്സിലോട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് 5-6 വർഷമൊക്കെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഈ മേജർ സെമിനാരി വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും സെക്കൻഡ് ഇയർ ഞങ്ങൾക്കൊരു ആനുവൽ റിട്രീറ്റ് ഉണ്ടായിരുന്നേ. ഒരു MST അച്ഛനാണ് ഞങ്ങൾക്ക് റിട്രീറ്റ് എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒരു ദിവസം 2ാമത്തെ ദിവസം രാവിലെ കുമ്പസാരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. കുമ്പസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഷാബുച്ചിന് ഒരുക്കുമായിരുന്നു. അപ്പൊ രാവിലെ ഞങ്ങൾ വന്നിട്ട് മെയിൻ ചാപ്പിൽ ഇരുന്ന് അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് നിങ്ങൾ മനസ്തപിച്ച് കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ മുട്ടുകുത്തിയാണ് നിൽക്കുന്നത്. ഞങ്ങൾ പകുതി പേര് മുട്ടുകുത്തിയാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം, എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു സങ്കടം. അപ്പൊ ഈ ബ്രദർ എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ബ്രദർ എന്നോട് എന്തൊരു ദേഷ്യമുള്ള ആ ബ്രദർ എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. എന്നോട് അങ്ങനെ ബ്രദർ സംസാരിക്കത്തോ അങ്ങനെ സംസാരിക്കലോ ഒന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വരും, സംസാരിക്കും, പോകും, അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ഒരു ബാച്ച്മേറ്റ് ആണ്. ഇപ്പൊ എനിക്ക് ഒത്തിരി സങ്കടമാണ്. ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ ഇപ്പൊ ഈ ബ്രദറിന്. അപ്പൊ എനിക്കാണെങ്കിൽ ലിറ്ററിലേക്ക് അറിയാൻ തുടങ്ങി. ചാപ്പലിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് എന്റെ കണ്ണിൽ കൂടെ ശരിക്കും വെള്ളം വന്നു. എന്നിട്ട് എന്റെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായി. അപ്പൊ ഞാൻ ആ ബ്രദറിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ വേറെ ഒത്തിരി പേരുടെ അങ്ങനെ ഷെയർ ചെയ്തിട്ടൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ആ ബ്രദറിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞൊരു സീൻ എന്റെ ഉള്ളിലേക്ക് ഈശോ കൊണ്ടുവന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ അങ്ങനെ ചെയ്തോളാം, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എളിമപ്പെടുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ അത്ര താഴ്ന്ന ഒരു രീതിയിലുള്ള ഒരു വ്യക്തിയോ അല്ല കേട്ടോ. ഞാൻ അങ്ങനെ എളിമപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്ന ഇച്ചിരി അഹങ്കാരം അതൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പരിശുദ്ധനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയി പറഞ്ഞോളാം, സോറി ചോദിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 9 മണിക്കാണ്, 9:15 മെയിൻ ചാപ്പിൽ വരണേ. മെയിൻ ചാപ്പിൽ വരണം. അപ്പൊ അതിനിടയ്ക്കാണ് 9:15 മെയിൻ ചാപ്പിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുമ്പസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റ് ചാപ്പിൽ പോയിരുന്നു. എന്നിട്ട് ഞാൻ പ്രൈവറ്റ് ചാപ്പിലിന്റെ അടുത്താണ് ആ ബ്രദറിന്റെ ഡോർമെറ്ററി. അപ്പൊ ബ്രദർ അതുവഴി വരുമ്പോഴത്തേക്കും പോയി കാണാലോ എന്ന് ഓർത്താണ് ഞാനവിടെ പ്രൈവറ്റ് ചാപ്പിൽ അടുത്ത് പോയിരുന്നത്. അപ്പോൾ ഞാനവിടെ പ്രൈവറ്റ് ചാപ്പിൽ പോയിരുന്നു. പക്ഷേ 9 മണിയായി. 8:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനവിടെ പ്രൈവറ്റ് ചാപ്പിൽ പോയിരുന്നു. 9 മണിയായി. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബെല്ലടിച്ചു മെയിൻ ചാപ്പിലോട്ട് കയറാനായിട്ട്. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഓർത്ത്, തവരാനെ ബ്രദർ വരുന്നില്ലല്ലോ, അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ എങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും 9:05 അപ്പൊ 9:05 എല്ലാവരും പകുതി കയറിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ചാപ്പിലോട്ട് കയറി. അപ്പോഴത്തേക്കും ഞാനും പ്രൈവറ്റ് ചാപ്പലിൽ നിന്ന് ഇറങ്ങി മെയിൻ ചാപ്പലിന്റെ ഫ്രണ്ടിൽ വന്നേ. മെയിൻ ചാപ്പലിന്റെ ഫ്രണ്ടിൽ വന്ന് ഞാൻ അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ബ്രദർ ഓൾറെഡി അകത്ത് കയറിയിരിക്കുകയാണ്.
അപ്പോൾ ഞാനത് അപ്പോൾ അങ്ങനെയൊന്നും ഇനി ക്ഷമ ചോദിക്കാൻ പറ്റാതെ വരുമല്ലോ ഈശോയെ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണേ. ഒരു വല്ലാത്തൊരു വിഷമമാണ്. ഒരു മനസ്സിലുണ്ട് വലിയൊരു കനമായിരുന്നത്. ഇപ്പോൾ ബ്രദറിനോട് എന്നോട് എന്തോ ഒരു സങ്കടമുണ്ട്. അപ്പം ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലോ എന്നൊരു സങ്കടം എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് പരിശുദ്ധാത്മാവെ. അപ്പം അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുക പരിശുദ്ധാത്മാവെ. ഇപ്പം ഇനി ഒരു 5-10 മിനിറ്റോടുള്ളൂ രാവിലെ തുടങ്ങാനായിട്ട്. ഞാൻ ഇനി അകത്ത് പോയി അവനെ വിളിച്ച് പുറത്തേക്കൊണ്ട് ആളുകൾ കാണുമല്ലോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ചിന്തകളായിട്ട് ഞാനിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുക. ആ ബ്രദർ ഇൻഫർമറിയനായിരുന്നേ. അപ്പോൾ ആ ബ്രദറിന്റെ ജൂനിയർ ബ്രദർ എൻ്റെ ഒരു ബ്രദർ മൈക്കിൾ എന്ന് പറഞ്ഞൊരു ബ്രദർ. അപ്പോൾ ബ്രദർ പുറത്തിറങ്ങി വന്നു. എന്നിട്ട് അവിടെ ഇരുന്നൊരു എന്താണ് ഹോമിയോ മരുന്ന് ഞങ്ങളുടെ മെയിൻ ചാപ്പലിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണാനിയച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഞങ്ങൾ പനിയൊക്കെ വരുമ്പോൾ മാറാൻ വേണ്ടിയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് അത് കുടിക്കുകയും ഒരു ഹോമിയോ മരുന്നാണ്. അപ്പോൾ അത് അവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ എന്താണെന്നറിയത്തില്ല, അപ്പോൾ ഈ ചാപ്പലിൽ പ്രയർ തുടങ്ങാറായ സമയപ്പോഴത്തേക്ക് ആ ബ്രദർ പുറത്തിറങ്ങി വന്നിട്ട് ആ മരുന്നിന്റെ കുപ്പി എടുത്ത് കുലുക്കി നോക്കി. കുലുക്കി നോക്കി ആ മരുന്നില്ല. അപ്പോഴത്തേക്കും ആ ബ്രദർ അകത്ത് പോയി. എനിക്ക് ഈ വിഷമമുള്ള ഈ ബ്രദറിനെ വിളിച്ചുകൊണ്ട് പുറത്ത് വന്നേ. അപ്പൊ ഈ ബ്രദറിനെ വിളിച്ചുകൊണ്ട് പുറത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു ഷോക്കായി പോയെ. ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഷോക്കായി പോയി എൻ്റെ തമ്പുരാനെ. എന്നിട്ട് അപ്പൊ ആ ബ്രദർ അച്ഛൻ്റെ അടുത്ത് പോവാണ്, മരുന്ന് വാങ്ങാൻ വേണ്ടി പോവാണേ. എന്നിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഞാനും പുറകെ പോയി. ആ ബ്രദറിന്റെ പുറകെ ഞാനും പോയി. അപ്പൊ അത് കഴിഞ്ഞത്തേക്കും പ്രൈവറ്റ് ചാപ്പലിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ അവരോട് ചോദിച്ചു, എടാ ഒന്ന് വരാവോ എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ കുഴപ്പമില്ല വരാന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞാൻ അവൻ എൻ്റെ കൂടെ വന്നു. അപ്പൊ പ്രൈവറ്റ് ചാപ്പലിന്റെ മുമ്പിൽ നിന്ന് ഞാൻ അവനോട്, എടാ നിന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേടാ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആ നിമിഷം ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ത്തേക്ക് ഞാൻ പെട്ടെന്ന് അപ്പോൾ അവൻ എന്നെ പെട്ടെന്ന് പ്രയച്ചപ്പോൾ അകത്തോട്ട് കയറ്റിട്ട് അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ കരച്ചിൽ നിർത്താനും പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്കണേടാ, ഞാൻ എന്തെങ്കിലും പാപം നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞറിയാതെ ഞാൻ എന്തെങ്കിലും നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പൊ അവനും കരയാൻ തുടങ്ങി. എടാ ഞാൻ ഇങ്ങനെയൊന്നും ഓർത്തല്ലടാ അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവനും കരയാൻ തുടങ്ങി. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. എന്നെ പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ എളിമപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു അത് കേട്ടോ. അതൊരു വല്ലാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയത്തില്ല. ഇത്രയും വർഷമായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്നൊരു ഒരു വേദനയാണ് ഇത്. ഇപ്പൊ ബ്രദർ എന്നോട് എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ ഞാൻ അത് ലിറ്ററലി ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോഴത്തേക്കും അവനും പൊട്ടിക്കരഞ്ഞു. അത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. അവൻ എന്നിട്ടാണ് എന്നോട് കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എടാ ഇങ്ങനൊന്നും എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂടാ എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് പൊട്ടിക്കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ആ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചാപ്പലിനകത്ത് പോയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു സമാധാനം, എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു സമാധാനം പറഞ്ഞാൽ ഒരു വലിയൊരു ഭാരം ഇറങ്ങിപ്പോയ നിമിഷം പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിനെ അത്ര എളിമപ്പെടുത്തി അവനോട് സംസാരിക്കാനും ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി അവസരങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒത്തിരി അടുത്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, നീ ഇതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുവേ. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമുക്ക് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു കാഴ്ച എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാനിപ്പോ അത് ചെയ്യാതെ പോകുമായിരുന്നെങ്കിൽ ആ ഒരു ഭാരം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ കടന്നേനെ. പക്ഷെ ആ നിമിഷം എനിക്കത് ചെയ്യാനുള്ള ആ ശക്തി എന്നെ എളിമപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ ഒത്തിരി സഹായിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ എന്നെ എളിമപ്പെടുത്തി. അപ്പോ അത്ര നാൾ എളിമപ്പെടാതെ ഇങ്ങനെ നടന്നൊരു വ്യക്തിനെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് എളിമപ്പെടുത്തി അങ്ങനെ ഒരു വ്യക്തിയുടെ കാലുപോയി പിടിച്ച് മാപ്പ് ചോദിക്കാൻ പറഞ്ഞാൽ അത് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ പലപ്പോഴും ഇരുന്ന് വളരെ ഞാൻ തന്നെ കരയാറുണ്ടിരുന്നു. അപ്പൊ അതൊരു മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴത്തേക്കും നമ്മൾ പരിശുദ്ധിയിൽ ജീവിക്കാനും ഇപ്പൊ വിശുദ്ധമായിട്ട് ശരീരത്തിന്റെ വിശുദ്ധിയാണല്ലോ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഒത്തിരി സഹായിക്കും കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പിന്നെ അമലച്ചൻ ഇങ്ങനെ ഓരോ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞങ്ങൾ ഓരോ ശനിയാഴ്ചയൊക്കെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നേ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ സ്നേഹിക്കണം, അപ്പൊ നമ്മളിങ്ങനെ പുസ്തകം വായിക്കണം, ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ സംസാരിക്കണം. അപ്പൊ ഞാൻ പേഴ്സണലായിട്ട് പോകും, പള്ളിയിലൊക്കെ പോയിരിക്കും, ഞാനിങ്ങനെ പരിശുദ്ധാത്മാവോട് സംസാരിക്കും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, നമ്മുടെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയും. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് മുൻകൂട്ടി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ റൂഹാലയ ഫസ്റ്റ് ഇയേഴ്സ് വന്നപ്പോഴത്തേക്കും അപ്പോൾ പ്രീഫെക്റ്റ് എൻ്റെ മനസ്സിൽ ഓൾറെഡി കുഴപ്പമുണ്ട്. അവർ വരുമ്പോഴത്തേക്കും അവരുടെ പ്രീഫെക്റ്റ് നീ ആയിരിക്കും. എൻ്റെ മനസ്സിൽ ഓൾറെഡി കുഴപ്പമുണ്ട്. അപ്പോൾ അവരുടെ പ്രീഫെക്റ്റ് നീ ആയിരിക്കും. എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു തോന്നലിൻ്റെ മനസ്സിലാണ് അവരുടെ പ്രീഫെക്റ്റ് നീ ആയിരിക്കും. അതൊക്കെ നീ കൂടുതൽ
പ്രാർത്ഥനയിലെ വളർത്താനൊക്കെ നീ സഹായിക്കണമെന്നൊക്കെ എന്നോട് ഇങ്ങനെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തോന്നിക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രൈവറ്റ് ചാപ്പലിൽ പേഴ്സണലായിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ പരിശുദ്ധാത്മാവ് ഇവരെ വരാൻ പോകുന്ന ഫസ്റ്റ് ഇയേഴ്സിനെയൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഈ ഡ്യൂട്ടിയുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഒക്കെ ചേഞ്ച് ചെയ്ത സമയത്ത് അപ്പം റെക്ടറച്ചൻ പറഞ്ഞു, എന്താണ് ബിനോ ബ്രദറാണ് ഫസ്റ്റ് ഇയേഴ്സിന്റെ പ്രീഫെക്റ്റ് എന്നൊക്കെ അവർ പറഞ്ഞ് റെക്ടറച്ചൻ പബ്ലിക്കായിട്ട് റിഫക്ടർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി. അപ്പോൾ കാരണം എനിക്ക് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ പരിശുദ്ധാത്മ ഓൾറെഡി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ കാര്യം പിന്നെയും ഒന്നുകൂടെ അച്ഛന് വഴി പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ പ്രൈവറ്റ് ചാപ്പിൽ പോയി ഫസ്റ്റ് ഇയർ വരാൻ പോകുന്ന പിള്ളേരെല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. അപ്പം അവരുടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കാൻ പോകുമ്പോഴാണേലും അപ്പോൾ അവരോട് പ്രാർത്ഥിക്കണമെന്നും തമ്പുരാനോട് അടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒത്തിരി അവസരങ്ങൾ എനിക്ക് കിട്ടി കേട്ടോ. അതുപോലെ തന്നെ ഈ എന്താണ് ഞാൻ റുഹാലെ പഠിച്ചുകൊണ്ടിരുമ്പോഴത്തേക്കും ഈ നൈബ്രറി കഴിഞ്ഞൊരു ചെറിയൊരു പ്രെയർ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങാനൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിനെ സഹായിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ള ബ്രദേഴ്സ്, എൻ്റെ ബാച്ചുകാർ 2-3 പേരും പിന്നെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും 3-4 പേരൊക്കെ കൂടി ഞങ്ങൾ ആരാധന വൈകുന്നേരം നൈബ്രറി കഴിഞ്ഞ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ 5-6 പേര് പ്രൈവറ്റ് ചാപ്പലിൽ പോയിരിക്കും. അപ്പോൾ ഞങ്ങൾ കൊന്തയൊല്ലും ഓരോ ചില ദിവസങ്ങളിൽ കൊന്തയൊല്ലും പിന്നെ കുരിശിൻ്റെ വഴി എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ ചൊല്ലുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ പ്രെയറും കൺക്ലൂഷൻ പ്രെയറും പിന്നെ വചനം വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിശുദ്ധിയിലൊക്കെ ജീവിക്കാനായിട്ട് റുഹാലയ സെമിനാരിൽ നിന്ന് എനിക്ക് ഒത്തിരി അധികം അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിയൊരു സ്ഥലമാണത്. പരിശുദ്ധാത്മാവിന്റെ ആരെന്ന് പേര് മാത്രമല്ല, അപ്പം പരിശുദ്ധാത്മാവിടെ റിയൽ ആയിട്ട് വസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പൊ ഒത്തിരി പേർക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് അവസരങ്ങൾ കിട്ടി. അപ്പൊ പിന്നെന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പോ രാജ്കോട്ട് രൂപതയിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ ഒത്തിരി ആളുകൾ തമ്പുരാനെ അറിയാനും തമ്പുരാന്റെ സ്നേഹത്തെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പം ഇപ്പൊ ഇവരുടെ ഭാഷ പഠിക്കണം, ഗുജറാത്തി ഭാഷ അത്ര എളുപ്പമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും അത് പഠിക്കാനായിട്ട് പരിശുദ്ധാത്മ എനിക്ക് കൃപ തരുന്നോണ്ടിരിക്കുകയാണ്. പഠിക്കാനായിട്ടുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ. ഇപ്പൊ ഗുജറാത്ത് ബൈബിൾ വായിക്കാനാണെങ്കിലും ഇപ്പൊ നേരത്തെ ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സമയവും ഇപ്പം പറ്റുന്ന അത്ര സമയം എനിക്ക് ഗുജറാത്തി ബൈബിളൊക്കെ വായിക്കാനായിട്ട് പരിശുദ്ധാത്മ ഒത്തിരി അവസരങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു 22 പിള്ളേരെയാണ് പരിശുദ്ധാത്മ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൈനസ് സെമിനാരിയിൽ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സ് ആയിട്ടൊക്കെ വന്ന കുറെ പിള്ളേർ. അപ്പോൾ എനിക്ക് അവസരങ്ങൾ കിട്ടുമ്പോഴത്തേക്കും ഇവരോട് പറയുമ്പോഴേക്കും ഇവർ പേഴ്സണലായിട്ട് വിളിച്ച് ഇവരോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും ചില സമയങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ അവരോട് പറയാറുണ്ട്, പരിശുദ്ധാത്മാവായിട്ട് പരിശുദ്ധാത്മ ഒരു വ്യക്തിയായിട്ട് കാണണം. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ കുറെ ആത്മാര് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ കുറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാവുന്നവരും പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസ് ലഭിച്ച ഒത്തിരി പേര് നിങ്ങളിലുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതമായി, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ വരുന്നതും പങ്കെടുക്കുന്നതൊക്കെ. ഞാൻ വളരെ പ്രത്യേകമായിട്ട് മനസ്സിന് നന്ദി പറയുകയാണ്. ഇതിനു മുമ്പ് അച്ഛനോട് പറഞ്ഞിട്ട് ഒരു തവണ വരണമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം സെമിനാരിയാണ് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണമാണ് ഞാൻ ഇങ്ങനെ വരാനോ ക്ലാസ് എടുക്കാനോ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് വരാൻ പറ്റാത്തൊക്കെയാണ്. അപ്പൊ ഇനി അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇപ്പോ ഓരോരുത്തര് അൽഫോൺസൊക്കെ ഷെയർ ചെയ്ത് അൽഫോൺസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒത്തിരി ഇനിയും കൂടുതൽ ഞാനൊന്നും അല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് കേട്ടോ. ഒത്തിരി തമ്പുരാനെ ഇപ്പൊ ഞാനൊക്കെ വൈദികനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ ഞാനൊക്കെ എന്തോരം തീക്ഷ്ണതയിൽ ഇനി എന്തോരം കത്തി ജ്വലിക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം എനിക്ക് ഇപ്പൊ ഞാൻ ചുമ്മാ ഈ ഗ്രൂപ്പിലോട്ട് കയറിയപ്പോൾ എനിക്ക് കിട്ടി കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ എലീസ എന്ന് പറയുന്നൊരു ആൺകുട്ടിയാന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞു, ഇപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ ശീലിക്കുന്നത്? അപ്പൊ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമ്മാനമല്ല, മറിച്ച് അപ്പൊ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ എൻ്റെ പിതാവിനോട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അയക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഹായകൻ എന്ന വാക്കാണ് ഈശോയോട് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ സഹായം ആർക്കാണ് ആവശ്യം? എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കാണ് സഹായം ആവശ്യമുള്ളത്. അപ്പം ഈശോയ്ക്കറിയാം മനുഷ്യരായ നമ്മൾക്ക് ഒത്തിരി അധികം കുറവുകളുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ഒത്തിരി അധികം ഒത്തിരി വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ, പരിമിതികളുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മുടെ റീസണൊക്കെ ഉപയോഗിച്ചാൽ നമ്മൾ വിശുദ്ധി ജീവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ആത്മീയപരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ഈശോയ്ക്കറിയാം
ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. അപ്പൊ അത് കാരണമാണ് മറ്റൊരു സഹായകൻ. അപ്പൊ നമ്മളെ വിശുദ്ധിയെ ജീവിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വിട്ടു തന്നിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താണ്? അപ്പോൾ സെന്റ് ജോൺ മരിയ വിയനെ പറയുന്നുണ്ട്. അപ്പോൾ ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ഗാർഡനർ ഓഫ് അവർ സോൾസ്. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ തോട്ടക്കാരനാണ് പരിശുദ്ധാത്മാവ് എന്നാണ് സെന്റ് ജോൺ മരിയ വിയനെ പറയുന്നത്. അപ്പൊ ഒരു തോട്ടക്കാരന്റെ ഉത്തരവാദിത്തം എന്താണ്? അപ്പൊ ഒരു എന്താണ്, ഒരു ഫീൽഡ് മൊത്തം ഒന്ന് കിളച്ചിളക്കി ഇടുക, എന്നിട്ട് അതിനെ ഫെർട്ടൈലാക്കി മാറ്റുക, എന്നിട്ട് ചെടി നടുക. ചെടി നട്ട് ഉടനെ പോവല്ല, മറിച്ച് അതിനെ പരിപാലിക്കുക, അതിനെ വളർത്തുക. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനും അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളരാനൊക്കെ ആയിട്ടുള്ള ഒത്തിരി സീഡുകൾ പരിശുദ്ധാത്മാവ് ഇട്ട് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? അപ്പൊ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ എന്താണ്, സഫറിങ്ങിലൂടെ ആയിരിക്കാം, വേദനകളിലൂടെ ആയിരിക്കാം, കുറേയധികം ബുദ്ധിമുട്ടുകൾ നമ്മളുടെ കൂടെ ആയിരിക്കാം. അപ്പോൾ നല്ലൊരു റോസാപുഷ്പം, അല്ലെങ്കിൽ ഒരു റോസാപുഷ്പം ഉണ്ടാണെങ്കിൽ നമ്മൾ ആ റോസാ ചെടിയെ പ്രൂൺ ചെയ്ത് വിടുന്നതുകൊണ്ടല്ലേ, വിട്ടാലല്ലേ നല്ലൊരു എന്താണ് റോസാപ്പൂ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കാര്യം പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അറിയാം ഇവന്റെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ബ്രദറിന്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ ആണ് എടുത്തു മാറ്റേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് അറിയാം അവൻ അതിനോട് ക്ലിങ് ചെയ്തിരിക്കുവാണെങ്കിൽ എന്താണ്, വിശുദ്ധി ജീവിക്കാൻ പറ്റാണ്ട് വരും. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. അപ്പൊ എടുത്തു മാറ്റുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. പക്ഷേ ആ വേദന നമ്മൾ സഹിക്കാൻ തയ്യാറാകുവാണെങ്കിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒത്തിരി അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് കൊണ്ടുതരും. അപ്പൊ നമ്മൾ വർത്താനം മറ്റുള്ളവർ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഈ ബ്രദർ ഒത്തിരി മാറി. അപ്പൊ ഞാൻ സെമിനാരിൽ നിന്ന് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ പണ്ടത്തെ കൂട്ടുകാരെ, ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ അലമ്പൊക്കെ കാണിച്ച് നടന്നവർ, അപ്പൊ അവരെന്നെ കാണുമ്പോൾ പറഞ്ഞു, എടാ നീ ബിനോയ്, നീ മൊത്തമായിട്ട് മാറിപ്പോയല്ലോ. എൻ്റെ ടീച്ചേഴ്സൊക്കെ എന്നെ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ എൻ്റെ അയൽവക്കാരും അവരൊക്കെ പറഞ്ഞു, ഇവൻ ബിനോ ഒരിക്കലും അച്ഛനാണ് ഞങ്ങളാരും അച്ഛനാകാൻ പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല, നീ ഒത്തിരിയായിട്ട് മാറി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി അത്ഭുതമാണ് അവർക്ക്. ഇപ്പൊ എന്നെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇവന് എങ്ങനെ നടന്നതാണ്, ഇവനിങ്ങനെ അച്ഛനാകാൻ പോയല്ലോ, തമ്പുരാന്റെ വിളി, അങ്ങനെയൊക്കെ അവർ അത്ഭുതത്തോടെ എന്നെ നോക്കുകയാണ് അവര്. അപ്പം ഞാൻ പറയും, ഇത് തമ്പുരാന്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ എന്റെ കഴിവുകൾ കൊണ്ടൊന്നും നേടിയെടുത്തതല്ല എന്റെ ജീവിതത്തിലുള്ള. അപ്പോൾ എന്താണ്, ഫസ്റ്റ് കൊറിന്ത്യൻസ് 4:7 പറയുന്നുണ്ട്, വാട്ട് യു ഹാവ് ദാറ്റ് യു ഡിഡ് നോട്ട് റിസീവ്. അപ്പം ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്തുണ്ട് നിനക്കെന്നുള്ളതാണ്. അപ്പം ഇപ്പൊ സെന്റ് പോൾ പറയുന്ന പോലെ ദൈവകൃപയാലാണ് ഞാൻ എന്തായിരിക്കുന്നത്, ദൈവകൃപയാലാണ്. അപ്പൊ ഞാനും ആ സെന്റ് പോളിനോട് ചേർന്ന് തന്നെ, പൗലോസ് ശ്ലീഹായോട് ചേർന്നെന്ന് പറയുന്നത്, ഞാനിപ്പോ എന്തായിരിക്കുന്നതോ അത് ദൈവകൃപയാലാണ്. എന്നെ തമ്പുരാനാണ് എന്നെ തമ്പുരാനാണ് വിളിച്ചിരിക്കുന്നത്. എന്റെ കഴിവുകൾ കൊണ്ട് വിളിച്ചതല്ല തമ്പുരാൻ. എന്നെ വിളിച്ച് തമ്പുരാൻ മോൾഡ് ചെയ്യുകയാണ്. ഒത്തിരി ഡിഫിക്കൽട്ട് മൊമെന്റ്സിലൂടെയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെയും എല്ലാം തമ്പുരാൻ എന്നെ മോൾഡ് ചെയ്യുകയാണ്. അപ്പം എന്നെയും നിങ്ങളെയും എല്ലാവരെയും പരിശുദ്ധാത്മാവ് മോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നിന്നു കൊടുക്കുക. അപ്പൊ റെസ്പോൺസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. യെസ്, അപ്പൊ പരിശുദ്ധാത്മാവ് ഇതാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കട്ടെ എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുമ്പോഴത്തേക്കും ട്രമൻഡസ് മിറക്കിൾസ്, ഇഷ്ടം പോലെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അതീതമായ നമ്മുടെ റീസന്റെ കപ്പാസിറ്റിയുടെ അതീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവേ. പിന്നെന്താണ്, പിന്നെ അപ്പൊ നമ്മളെ പരിശുദ്ധാത്മാവിടെ, ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? കൂടുതൽ സമയം നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് ചെലവഴിക്കും. അതുപോലെ തന്നെ എന്താണ്, ആ കൂട്ടുകാരനുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ബ്രദർ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ എവിടെയാണ് പറഞ്ഞെടുത്തത്? അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താണ്, നമ്മൾ റെസ്പോൺസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളത് അയാൾക്ക് വേണ്ടി കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം നമ്മൾ മാറ്റിവെക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സ്പെഷ്യൽ കൺസേണും ആ ഒരു സ്പെഷ്യാലിറ്റി അത് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവോട് നമ്മൾ സംസാരിക്കും. എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവോട് സംസാരിക്കണം, നമ്മുടെ കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ തന്നെ. പരിശുദ്ധാത്മാവ് ഈ പ്രൊനൗൺ ഹി എന്നുള്ളൊരു പ്രൊനൗൺ ആണ് ഈശോ ബൈബിളിൽ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇറ്റോ അങ്ങനൊന്നും അല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ഹി വിൽ, ഗോഡ് വിൽ അഡ്വക്കേറ്റ്, ഒരു സഹായകൻ, ഒരു വ്യക്തിയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നിങ്ങൾ എല്ലാം അറിയുന്ന പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അപ്പം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവോട് പറയുക, ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൂടെ ആയിരിക്കണമേ, സപ്പോർട്ട് ചെയ്യണേ, സഹായിക്കണം എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളെ സഹായിക്കും. എന്ത് ഡിഫിക്കൽട്ടുള്ള മൊമെന്റ് ആണെങ്കിലും പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുപോലെ നമ്മൾ 3 കാര്യങ്ങൾ
ചെയ്യണേ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുമ്പോൾ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ പരിശുദ്ധാത്മാവോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നയിക്കും. എങ്ങനെ നടക്കണോ പരിശുദ്ധാത്മ നമ്മളോടും തിരിച്ച് സംസാരിക്കും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്. അപ്പൊ പരിശുദ്ധാത്മാവിന് ക്യാരിസമായ ഡിസേൺമെന്റ് എന്ന് പറയുന്നൊരു ക്യാരിസം. അപ്പം ആ ഡിസൈൻമെന്റ് തെറ്റെന്താണ്, ശരി എന്താണ്, അപ്പം നീ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ഒരു ഡയറക്റ്റ്ലി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. നീ ഇത് എടുത്ത് ചെയ്യണോ വേണോ, ഇത് തെറ്റാണോ ശരിയാണോ ഉള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ സൗണ്ട്, ആ ശബ്ദം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒത്തിരി നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അതീതമായിട്ടുള്ള കൃപകൾ നമ്മുടെ ജീവിതത്തിൽ വന്നറിയുക. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ വചനം വായിക്കണം. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത് പരിശുദ്ധ വചനം നമ്മൾ എന്താണ് ഭക്ഷിക്കണം എന്നാണ് എസെക്കിയേൽ പ്രവാചകൻ. അപ്പൊ നമ്മൾ ഈ വചനം ഭക്ഷിക്കണം. ഇപ്പൊ ഞാനും ഒത്തിരി ശ്രമിക്കുന്നു പരിശുദ്ധ വചനം വായിക്കാനും ഒത്തിരി സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്. അപ്പം വചനം വായിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ വചനങ്ങൾ ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ഇന്ന വചനം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ നമ്മൾ തെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പൊ അതാണ് അപ്പൊ വചനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദൈവവചനം എല്ലാ ദിവസവും വായിക്കാനായിട്ട് എന്ത് തിരക്കാണെങ്കിലും ഉണ്ടല്ലോ, ദൈവവചനം വായിക്കാനായിട്ട് നമ്മൾ സമയം മാറ്റി വെക്കണം. ബൈബിൾ വചനങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ ബൈഹാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ നിമിഷം ഈ സാഹചര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മ അപ്പോൾ തന്നെ വചനമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞുതരും. എന്നതാണ് ചെയ്യേണ്ടത്, എന്നാണ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെയുള്ള കാര്യം. അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം, വചനം വായിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, പാട്ട് പാടാൻ അറിയാവുന്നവരാണോ അറിയത്തില്ലാത്തവരാണ്, ചുമ്മാ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചുമ്മാ പാടിക്കൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവൻ എന്താണ് സിങ് ഹിം ടു ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ പരിശുദ്ധാത്മാവോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വേറൊരു എഫക്റ്റ് ആണ്. അപ്പൊ പ്രാർത്ഥിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പാടി ആരാധിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു എഫക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ നമ്മുടെ വിചാരത്തിലേക്കാൾ കൂടുതൽ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. അപ്പൊ മറ്റുള്ള വ്യക്തികളെക്കാളൊക്കെ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവോട് നമ്മൾ സംസാരിക്കാനായിട്ട് സമയം ചെലവഴിക്കണം. പിന്നെ ബൈബിൾ വചനം അത് മസ്റ്റാണ്. പരിശുദ്ധ വചനം നമ്മൾ എന്തോരം വായിക്കുമോ അത്രയും മനോഹരമായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെ നയിക്കും. പിന്നെ പരിശുദ്ധാത്മാവോട് പാടി ആരാധിക്കുക, വർഷിപ്പ് ചെയ്യുക. കുറച്ച് സമയം എന്താണ് പരിശുദ്ധാത്മാവോട് ചെലവഴിക്കുക, പാടി ആരാധിച്ചുകൊണ്ട് ചെലവഴിക്കുക. അപ്പൊ പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ എന്താണ് ചുമ്മാ പരിശുദ്ധം പറയുക, ഹോളി സ്പിരിറ്റ് ഐ സറണ്ടർ മൈസെൽഫ് ഇൻ ടു യുവർ ഹാൻഡ്സ്, ടേക്ക് കെയർ ഓഫ് മീ അണ്ടിൽ ഐ സ്ലീപ് ടുനൈറ്റ്. പരിശുദ്ധാത്മാവെ ഞാൻ എന്നെ മുഴുവനായിട്ട് നിന്നിലേക്ക് സമർപ്പിക്കുന്നു, ഞാൻ ഉറങ്ങാൻ പോകുന്ന നിമിഷം വരെ എന്നെ കാത്തു പരിപാലിക്കണമേ. അപ്പൊ നമ്മൾ കട്ടിലിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന അങ്ങ് മനസ്സിലോട്ട് പറയുക, പരിശുദ്ധാത്മാവോട് ഇങ്ങനെ പറയുക, പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് അങ്ങോട്ട് മുൻപോട്ട് കടന്നു പോകണ്ടല്ലോ, നമ്മൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുവേ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. അപ്പോൾ പിന്നെ വേറെന്താണ്, ഇപ്പൊ നമ്മൾ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യണേ പരിശുദ്ധാത്മാവ്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് ഒക്കെ വേണമെങ്കിലുണ്ടല്ലോ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവിലേക്ക് സമർപ്പിക്കണം. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ വിചാരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോണ്ടല്ലോ ഒത്തിരി അനോയിന്റിങ്ങുകളും ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ക്യാരിസംസ് ഒക്കെ നമ്മളിലേക്ക് ലഭിക്കുവേ. അപ്പം പരിശുദ്ധാത്മാവോട് അങ്ങനെ ഇടപെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാവേ. ഇപ്പം നമ്മൾ നെവർ തിങ്ക് ദാറ്റ് യു ആർ നോട്ട് എലിജിബിൾ ടു റിസീവ് ഹോളി സ്പിരിറ്റ്. വി ആർ ഓൾ എലിജിബിൾ ടു റിസീവ് ഹോളി സ്പിരിറ്റ്. അപ്പൊ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അർഹതയുള്ളവരാണ് കേട്ടോ.